ഓക്കെ, ഇവിടെ നോക്കേണ്ടത് അതായത് ഇംപ്ലിക്കേഷനിൽ നോക്കിക്കേ, ഏത് കേസ് വരുമ്പോഴാണ് 1 to 1 1 ആണ്, 1 to 0 0, 0 to 1 1 വരും, 0 to 0 1. സോ ഇവിടെ അതായത് റൈറ്റ് സൈഡിലുള്ളത് 0. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് 1 കിട്ടുന്നതെന്ന് വെച്ചാൽ 0 to 0, 0 ഇംപ്ലിക്കേഷൻ 0 ആണ് 1. ദാറ്റ് മീൻസ് ഈ നെഗേഷൻ പിൻ്റെ സ്ഥാനത്ത് ആര് വരണം? നെഗേഷൻ പിൻ്റെ സ്ഥാനത്ത് 0 വരണം. അപ്പോൾ 0 ഇംപ്ലിക്കേഷൻ 0 1 വരും. ദാറ്റ് ഈസ് നെഗേഷൻ പി എന്താണ്? നെഗേഷൻ പിയുടെ ട്രൂത്ത് വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്, അല്ലെങ്കിൽ പി എന്താണ്? പി ട്രൂ ആണ്. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി. ഇനി പി ഉള്ളത് ഇനി വേറെ എവിടെ ഉള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പി ഈഫ് ആൻഡ് റിലീഫ് ക്യൂ ആണ്. അപ്പോൾ പി ഈഫ് ആൻഡ് റിലീഫ് ക്യൂ എന്ത് വരണം? സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ട്രൂ വരണം. അപ്പോൾ ഇവിടെ പി എന്താണ്? പി ട്രൂ ആണ്. അപ്പോൾ ട്രൂ ഈഫ് ആൻഡ് റിലീഫ് ക്യൂവിൻ്റെ വാല്യൂ എന്ത് വന്നാലാണ് ട്രൂ കിട്ടുക? അപ്പോൾ നോക്കിക്കേ, ഈഫ് ആൻഡ് റിലീഫിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് ആൻഡ് റിലീഫിൻ്റെ 1 ഈഫ് ആൻഡ് റിലീഫ് 1 1 ആണ്, 1 ഈഫ് ആൻഡ് റിലീഫ് 0 0 ആണ്, 0 ഈഫ് ആൻഡ് റിലീഫ് 1 0 ആണ്, 0 ഈഫ് ആൻഡ് റിലീഫ് 0 1 ആണ്. അപ്പോൾ നമുക്ക് എവിടുന്ന് വരണം? 1 to എങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് 1 കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഏതാണ്? ഫസ്റ്റ് കോളം ആണ്. ദാറ്റ് ഇംപ്ലൈസ് 1 ഈഫ് ആൻഡ് റിലീഫ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഈഫ് ആൻഡ് റിലീഫ് ഈ സ്ഥാനത്ത് എന്ത് എഴുതണമെന്നായിരുന്നു? 1 ഈഫ് ആൻഡ് റിലീഫ് 1 കൊടുത്തെങ്കിലേ 1 കിട്ടത്തുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് ക്യൂ എന്താണ്? ക്യൂ ട്രൂ ആണ്. ക്യൂ ട്രൂ ആണ്. അപ്പോൾ ഇനി നോക്കിക്കേ, ക്യൂവും ആറും കൂടെ ഉള്ള, ഇനി ആറിൻ്റെ വാല്യൂ ആറും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ക്യൂ ഇംപ്ലിക്കേഷൻ ആർ എന്താണ്? ക്യൂ ഇംപ്ലിക്കേഷൻ ആറ് ട്രൂ വരുന്ന കേസ്. ക്യൂ ഇംപ്ലിക്കേഷൻ ക്യൂ ട്രൂ ആണ്. ദാറ്റ് ഈസ് 1 ആണ്. 1 ഇംപ്ലിക്കേഷൻ ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാലാണ് നമുക്ക് 1 കിട്ടുന്നത്? 1 ഇംപ്ലിക്കേഷൻ 1 ആണ് 1. ദാറ്റ് ഈസ് ആർ എന്താണ്? ആറെന്ന് പറയുന്നത് ട്രൂ ആണ്. 6 ട്രൂ ആണെങ്കിൽ ഈ കേസ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. ഇത് ട്രൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു, എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസും ട്രൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിയുള്ള 4 കേസസും ട്രൂ എന്ന രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. സോ ഇനി ലാസ്റ്റ് ഈ നിൽക്കുന്ന ഈ ഒരു കേസ് കൂടെ ട്രൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. ഇപ്പോൾ നെഗേഷൻ ആർ ഓർ എസ്. നെഗേഷൻ ആർ എന്ന് പറയുമ്പോൾ 0 ആണ്. 0 എസ് എന്ന് പറയുമ്പോൾ എസ് ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എസ് എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ 0 ഓർ 0 വാല്യൂ എന്ത് വരുമെന്ന് നോക്കിക്കേ. 0 ഓർ 0 എന്ന് പറയുമ്പോൾ എന്താ നോക്കൂ, അതായത് ഓറല്ലേ? അപ്പോൾ 0 ഓർ 0 എന്ന് പറയുമ്പോൾ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. 0 ഓർ 0 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 മീൻസ് ഫോൾസ് ആണ്. സോ നമുക്ക് ട്രൂ എന്ന് കിട്ടിയില്ല. പകരം എന്ത് കിട്ടി? ഫോൾസ് എന്ന് കിട്ടി. ഫോൾസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം എന്താണ്? സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണോ? വാട്ട് ബൂളിയൻ സെർച്ച് വുഡ് യു യൂസ് ടു ലുക്ക് ഫോർ വെബ് പേജസ് എബൌട്ട് ഹൈക്കിംഗ് ഇൻ വെസ്റ്റ് വിർജീനിയ? വാട്ട് ഇഫ് യു വാണ്ടഡ് ടു ഫൈൻഡ് വെബ് പേജസ് എബൌട്ട് ഹൈക്കിംഗ് ഇൻ വിർജീനിയ ബട്ട് നോട്ട് ഇൻ വെസ്റ്റ് വിർജീനിയ? അപ്പോൾ നോക്കിക്കേ, ബൂളിയൻ സെർച്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൂളിയൻ സെർച്ചസിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാം. നോക്കിക്കേ, ഇൻ ബൂളിയൻ സെർച്ചസ് ദി ആൻഡ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് റെക്കോർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് സെർച്ച് ഐറ്റംസ്. അപ്പോൾ നമുക്ക് 2 വേർഡ് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത്, അവയെ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ആൻഡ് ആണ്. ഇനി ഓർ ഓപ്പറേറ്റർ മാച്ചസ് റെക്കോർഡ്സ് കണ്ടെയ്നിങ് എയ്തർ ഓർ ബോത്ത് ടേംസ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതിയെങ്കിൽ അവിടെ ഓർ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. നോട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു എക്സ്ക്ലൂഡ് റെക്കോർഡ്സ് കണ്ടെയ്നിങ് സ്പെസിഫിക് ടേം. അപ്പോൾ നമ്മുടെ ആ ഒരു ടേമിൽ നമുക്ക് ആ ഒരു വാക്ക് ഇല്ലാത്ത കാര്യമാണ് വേണ്ടതെങ്കിൽ അവിടെ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക,
Boolean search about look for web pages